സ്റ്റാർ കിഡ്സിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു യുവനടനാണ് മാധവ് സുരേഷ്. അച്ഛന്റെയും ചേട്ടന്റെയും വഴിയെ സിനിമയിലേക്ക് എത്തിയ മാധവ് ഇതുവരെ 2 സിനിമകളാണ് ചെയ്തത്. അതിൽ ആദ്യം റിലീസിന് എത്താൻ പോകുന്നത് കുമ്മാട്ടിക്കളിയാണ്. സിനിമയുടെ പ്രൊമോഷനുമായി സജീവമായി മാധവ് ഉണ്ട്. ആദ്യമായാണ് കുടുംബത്തോടൊപ്പം അല്ലാതെ മാധവ് അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ മാധവ് പറയുന്നത്, ഈ സുരേഷ് ഗോപി എന്നുള്ള ഒരു ടാഗ് ഉള്ളത് കൊണ്ട് കമ്പാരിസൺ വരുമെന്ന ബോധ്യത്തോടെയാണ് സിനിമ അഭിനയത്തിലേക്ക് ഇറങ്ങിയത് എന്നാണ് മാധവ് പറയുന്നത്. സുരേഷ് ഗോപിയുടെ മകനായ ഗോകുൽ സുരേഷ് എന്തായാലും മലയാള സിനിമയിൽ ചുവടുറപ്പിച്ചു കഴിഞ്ഞു. ഇനി നായക വേഷങ്ങളും സഹനടൻ റോളുകളും എല്ലാം മടിയില്ലാതെ ചെയ്യുന്ന ഒരു നടനാണ് ഗോകുൽ സുരേഷ്. ഗഗനചാരി എന്ന സിനിമയാണ് ഗോകുൽ സുരേഷിന്റെ അവസാനം പുറത്തിറങ്ങിയ സിനിമ. അതും വമ്പൻ ഹിറ്റാവുകയും ചെയ്തു. ഇനി സോഷ്യൽ മീഡിയയിൽ സജീവമായ മാധവിന്റെ വിശേഷങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വൈറലാകാറുമുണ്ട്. സുരേഷ് ഗോപിയുടെ 5 മക്കളിൽ ഏറ്റവും ഇളയ കുട്ടിയാണ് മാധവ്. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് സുരേഷ് ഗോപിയുടെ മൂത്ത മകളായ ഭാഗ്യയുടെ വിവാഹം. സഹോദരങ്ങളാണെങ്കിലും അടുത്ത സുഹൃത്തുക്കളെ പോലെയാണ് മാധവും ഭാഗ്യയും ഭവനിയും അതുപോലെ ഗോകുലുമെല്ലാം. ചേച്ചിയുടെ കല്യാണം കളറാക്കി സജീവമായി മാധവ് ചടങ്ങുകളിൽ നിറഞ്ഞു നിന്നു. എന്നാൽ ഇപ്പോഴിതാ സിനിമയിലേക്ക് എത്തിയതിനെ കുറിച്ചും അതുപോലെ കുടുംബത്തെക്കുറിച്ചുമെല്ലാം മാധവ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മാധവ് ഇതേക്കുറിച്ച് സംസാരിച്ചത്. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് മാധവ് ഈ ഒരു ഇന്റർവ്യൂ തുടങ്ങിയത് തന്നെ. എനിക്ക് ഒരാളോട് ഇഷ്ടമുണ്ട്. എന്റെ മാതാപിതാക്കൾക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരുടേതായ കാഴ്ചപ്പാടുമുണ്ട്. വിവാഹത്തെക്കുറിച്ചും കാഴ്ചപ്പാടുണ്ട്. പക്ഷെ അവരുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കാറില്ല എന്ന് വെച്ച് ഞങ്ങൾ തുറന്നു വിട്ടേക്കുന്നതല്ല. അവർക്ക് ഞങ്ങളെ കുറിച്ച് പ്രതീക്ഷകളൊക്കെയുണ്ട്. ഞങ്ങൾ മനുഷ്യരാണെന്നും സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണെന്നും അവർക്കറിയാം. ഇതുവരെ അങ്ങനെ ഞങ്ങൾക്ക് മേൽ നിയന്ത്രണമൊന്നും വെച്ചിട്ടില്ല എന്നും മാധവ് പറയുകയാണ്. ഇനി ഉപദേശം തരും, പൊട്ടത്തനം കാണിക്കരുതെന്ന് പറയുന്നത് തെറ്റാണെന്ന് കരുതുന്നില്ല എന്നും മാധവ് പറയുകയാണ്. ഒരു ശരാശരി ഇന്ത്യൻ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം എനിക്കും സഹോദരങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മാധവ് പറയുന്നു. കുടുംബത്തിലേക്ക് പുതിയ അംഗമായി ഭാഗ്യയുടെ ഭർത്താവായ ശ്രേയസ് വന്നതിനെ കുറിച്ചും മാധവ് സംസാരിച്ചു. ഭാഗ്യയുടെ കല്യാണം ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിലെ ആദ്യത്തെ കല്യാണമായിരുന്നു. ആ സമയത്ത് മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു. പിന്നെ 9 വർഷമായി ശ്രേയസിന് പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു അളിയനെ മീറ്റ് ചെയ്യുന്നു എന്ന് തോന്നിയില്ല. നമ്മുടെ കൂടെയുള്ള ഒരാളെ തന്നെ ചേച്ചി വിവാഹം കഴിക്കുന്നു എന്ന ഫീലിംഗ് ആയിരുന്നു. ശ്രേയസിനെ നല്ല പരിചയമായിരുന്നു. അതുപോലെ കുമ്മാട്ടിക്കളി സിനിമയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രേയസ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മാധവ് പറയുകയാണ്. ഞങ്ങൾ സഹോദരങ്ങളിൽ ഏറ്റവും സ്പോയിൽഡ് ആയിട്ടുള്ളത് എന്റെ ചേച്ചി ഭവനിയാണ്. അതിനുശേഷം ഞാനാണ്. യങ്ങർ കിഡ് പ്രിവിലേജ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് 6-7 വയസ്സുള്ള സമയത്ത് ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹം വന്നപ്പോൾ അച്ഛനോട് ബൂട്ട് ആവശ്യപ്പെട്ടു. അന്ന് അച്ഛൻ ദുബായിൽ പോയി വന്നപ്പോൾ പ്രൊഫഷണൽ ലെവൽ പ്ലെയേഴ്സ് ഉപയോഗിക്കുന്ന ക്വാളിറ്റിയുള്ള ബൂട്ടാണ് അന്ന് എനിക്ക് വാങ്ങി തന്നത്. അന്ന് അതിന്റെ വിലയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ചെറുപ്രായത്തിൽ അത്തരത്തിൽ ഡിമാൻഡിങ് ആയിരുന്നു ഞാൻ. വളർന്നപ്പോൾ അത് മാറിയെന്ന് മാധവ് പറയുന്നുണ്ട്. എന്നാൽ ഗോകുലും മാധവും അഭിനയത്തിലേക്ക് എത്തിയെങ്കിലും സുരേഷ് ഗോപിയുടെ ഇളയ മകളായ ഭവനിയുടെ നായികയായിട്ടുള്ള അരങ്ങേറ്റം കാണാനാണ് പ്രേക്ഷകർ ഇപ്പോഴും കാത്തിരിക്കുന്നത്.